ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു റിവ്യൂ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുള്ള മോൺസ്റ്റർ ദ ജെഫ്രി ഡാമർ സ്റ്റോറി എന്ന അമേരിക്കൻ ബയോപിക് ക്രൈം ഡ്രാമ സീരീസിനെ കുറിച്ചാണ്. ഈ സീരീസും നെറ്റ്ഫ്ലിക്സ് ട്രൂ ഡിറ്റക്റ്റീവ്സ് പോലെ ഒരു ആന്തോളജി സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ സീസണിൽ 10 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. കുപ്രസിദ്ധ സീരിയൽ കില്ലർ ജെഫ്രി ഡാമറിന്റെ സ്റ്റോറിയാണ് ഈ സീരീസ് പറയുന്നത്. നമ്മൾ ജെഫ്രി ഡാമറിന്റെ സ്റ്റോറി യൂട്യൂബിലും ഡോക്യുമെന്ററി അതേപോലെ തന്നെ പല സിനിമകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ബട്ട് ഈ സീരീസ് ആയിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് രീതിയിൽ ജെഫ്രി ഡാമറിന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാകുക. അമേരിക്കയിൽ തന്നെ നിലനിന്നിരുന്ന റേസിസം, അതോടുകൂടി തന്നെ പോലീസുകാർ കാണിച്ചിരുന്ന വിവേചനം ഒക്കെ തന്നെ ഈ സീരീസിൽ പ്രമേയമാക്കുന്നുണ്ട്. 1928 മുതൽ 1991 വരെ ജെഫ്രി ഡാമർ കൊലപാതകം ചെയ്തതിനെ ബേസ് ചെയ്താണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബയോപിക് അഡാപ്റ്റേഷൻ ഓഫ് എ സീരിയൽ കില്ലർ എന്ന് തന്നെ ഈ സീരീസിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിന് ഏറ്റവും വലിയ കാരണം ഇതിന്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ്. ഓരോ എപ്പിസോഡും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ ജെഫ്രി ഡാമറിന്റെ സ്റ്റോറി അറിയാമെങ്കിലും ഈ സീരീസിൽ എന്നെ പിടിച്ചു നിർത്തുന്നത് ഇതിന്റെ ഓരോ എപ്പിസോഡും കഥ പറയുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രീതിയിലും ബോറടിക്കില്ല. ഈ സീരീസിന്റെ ഹൈലൈറ്റ് എപ്പിസോഡിൽ തന്നെ ഒരു ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ജെഫ്രി ഡാമറിന്റെ മോഡസ് ഓപ്പറാൻഡി കാണുന്നത്. ഇത് തന്നെ അത്യാവശ്യം കിഡിലനായിട്ടാണ് അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസും ആണ്. ജെഫ്രി ഡാമറായിട്ട് ചെറുപ്പകാലം അഭിനയിച്ച നിക് ഫിഷർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അഡൽട്ട്ഹുഡ് അഭിനയിച്ച ഇവാൻ പീറ്റേഴ്സ് ആയിക്കോട്ടെ, ഇതിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു ടോപ്പ് പെർഫോമൻസ് ആൻഡ് കാസ്റ്റിംഗ് തന്നെയാണ് നമുക്ക് ഈ സീരീസിന്റെ ആദ്യത്തെ സീസണിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ സീരീസ് ഉടനീളം ഒരു ഡാർക്ക് ക്രീപ്പി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചു എന്നാണ് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. ഈ സീരീസിലേക്ക് വരുമ്പോൾ ഡാമറിനെ മാത്രമല്ല, ഡാമറുമായി അസോസിയേറ്റ് ചെയ്തു വരുന്ന വിക്ടിംസും അതോടുകൂടി തന്നെ ഡാമറിന്റെ പാരന്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലും അവർക്ക് എങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ഇമ്പാക്റ്റ് ആയി എന്നൊക്കെ ഈ സീരീസ് നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഈ സീരീസ് കാണുന്നവർക്ക് എന്തായാലും ഇമോഷണലി ഡിസ്റ്റർബ് ആകും എന്ന രീതിയിൽ തന്നെയാണ് ഓരോ എപ്പിസോഡും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജെഫ്രി ഡാമറിന്റെ സ്റ്റോറി ആപ്റ്റ് ആയി പറയുന്ന ഒരു പെർഫെക്റ്റ് അഡാപ്റ്റേഷൻ സീരീസ് കൂടിയാണ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ ഓവറാൾ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഈ സീരീസിന് ഇറ്റ്സ് 8.8 ഔട്ട് ഓഫ് 10. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബയോപിക് സീരീസുകളെല്ലാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു സീരീസാണ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് സീസണായ മെൻഡസ് ബ്രദറിന്റെ റിവ്യൂവും നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ സീരീസ് എങ്ങനെ തോന്നി എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. സോ ദാറ്റ് വാസ് ദ വീഡിയോ ഗൈസ്.